ഹായ് സ്റ്റുഡൻസ്, സ്റ്റഡി വിത്ത് സ്ക്വയറിലേക്ക് സ്വാഗതം. 5th ക്ലാസ് സ്റ്റുഡൻസിൻ്റെ ബേസിക് സയൻസിലുള്ള 3rd ചാപ്റ്റർ വാട്ടർ ആൻഡ് ലൈഫ് എന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പോർഷൻ, സെക്കൻഡ് പോർഷൻ ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് വേണം ഇനി 3rd പോർഷൻ സ്റ്റാർട്ട് ചെയ്യാനും. അപ്പോൾ ഓക്കെ, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വാട്ടർ ഈസ് എ യൂണിവേഴ്സൽ സോൾവെൻ്റ് എന്ന ആ ഒരു ഭാഗം വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി നമ്മളടുത്തൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യാനാണ് പറയുന്നത്. വാട്ടർ, ഷുഗർ, ഇങ്ക് ഇവ മൂന്നും വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഫസ്റ്റ് സിറ്റുവേഷൻ എന്താണ്? 2 ഗ്ലാസ് എടുക്കുക, അതിൽ വാട്ടർ ഒഴിക്കുക. ടേക്ക് വാട്ടർ ഇൻ 2 ഗ്ലാസസ്. ഓക്കെ, എന്നിട്ടോ ഒന്നിൽ ഒരു ഗ്ലാസ് വെള്ളത്തിൽ എന്ത് ചെയ്യുക? നമ്മൾ പൗഡേർഡ് ആയിട്ടുള്ള ഷുഗർ, പഞ്ചസാര പൊടിച്ചതിടുക. മറ്റത് സാധാ പഞ്ചസാര, പൊടിക്കാത്ത പഞ്ചസാര ഇടുക. അപ്പോൾ ഏതാണ് വേഗം സോലുബിൾ ആവുക അല്ലെങ്കിൽ വേഗം മിക്സ് ആവുക എന്നാണ് നിങ്ങളടുത്ത് ചോദിക്കുന്നത്. സിമ്പിളാണല്ലേ? ഏതാണ് പെട്ടെന്ന് മിക്സ് ആവുക? പൗഡേർഡ് ഷുഗർ മിക്സ് ഫാസ്റ്റർ. ഓക്കെ, നെക്സ്റ്റ് സിറ്റുവേഷൻ എന്താ? നിങ്ങൾ ഇതുപോലെ തന്നെ 2 ഗ്ലാസ്സിൽ വെള്ളം നിറച്ചിട്ട് എടുക്കുക. അതിലേക്ക് എന്ത് ചെയ്യുക? ഫസ്റ്റ് ഗ്ലാസ്സിലേക്ക് എന്ത് ചെയ്യുക? നിങ്ങൾ ഷുഗർ ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കുക. സെക്കൻഡ് ഗ്ലാസ്സിലേക്ക് ഷുഗർ ഇടുക, ഇളക്കരുത്. അപ്പോൾ ഏതാണ് ആദ്യം ഡിസോൾവ് ചെയ്യുക? ഏതാണ് ഡിസോൾവ് ചെയ്യുക? സ്വാഭാവികമായിട്ട് നമുക്കറിയാം അല്ലേ, ഏതാണ്? ഇളക്കുന്നതാവും പെട്ടെന്ന് ഡിസോൾവ് ചെയ്യുക. അപ്പോൾ സ്റ്റിർഡ് ഗ്ലാസ് ഡിസോൾവ്സ് ഷുഗർ ഫാസ്റ്റർ. നെക്സ്റ്റ് സിറ്റുവേഷൻ എന്താണ്? 1 ഗ്ലാസ് ഹോട്ട് വാട്ടർ എടുക്കുക, അതേപോലെ തന്നെ 1 ഗ്ലാസ് കോൾഡ് വാട്ടർ എടുക്കുക. ഒരു ഗ്ലാസ്സിൽ ചൂടുവെള്ളം, ഒരു ഗ്ലാസ്സിൽ തണുത്ത വെള്ളം എടുക്കുക. എന്നിട്ട് ഒരു ഡ്രോപ്പ് ഇങ്ക് അതിലേക്ക് ഇറ്റിക്കുക. അപ്പോൾ ഏതാണ് പെട്ടെന്ന് ഡിസോൾവ് ആവുക? അതുപോലെ തന്നെ ഈസ് ദർ എനി ഡിഫറൻസ് ഇൻ ദ സ്പീഡ് അറ്റ് വിച്ച് ഷുഗർ ആൻഡ് ഇങ്ക് ഡിസോൾവ്? ഇതിൽ ഷുഗറും ഇങ്കും ഡിസോൾവ് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഡിഫറൻസ്, ആ സ്പീഡിൽ എന്തെങ്കിലും ഡിഫറൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോയെന്ന് നമുക്കറിയാം. ഹോട്ട് വാട്ടറിലായിരിക്കും ഇങ്ക് പെട്ടെന്ന് ഡിസോൾവ് ചെയ്യുക അല്ലേ? കോൾഡ് വാട്ടറിനേക്കാളും സ്പീഡിൽ ഏതിലാണ് ഡിസോൾവ് ചെയ്യുക? ഹോട്ട് വാട്ടറിലായിരിക്കും. പിന്നെ ഒരു കാര്യം പറയാനുള്ള എന്താണ്? ടെമ്പറേച്ചർ, സർഫസ് ഏരിയ, ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മളൊരു സബ്സ്റ്റൻസ് ഡിസോൾവ് ചെയ്യുന്നതിൻ്റെ കണക്ക് നോക്കുക. ഇനി നിങ്ങൾക്ക് വലിയ ക്ലാസ്സിലെത്തിയ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ടാവും. ഇപ്പോൾ ഇത് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. അതിൻ്റെ അപ്പുറത്തേക്കൊന്നും ബൈ ഹാർട്ടാക്കാനില്ല. ഓക്കെ, നെക്സ്റ്റ് വാട്ടർ ഇൻ മെനി ഫോംസ് അല്ലേ? ലുക്ക് അറ്റ് ദ പിക്ചർ. ഹൗ ഈസ് ഐസ് ഫോംഡ്? ഐസ് ഈസ് ദ സോളിഡ് ഫോം ഓഫ് വാട്ടർ. ഇതൊക്കെ മക്കൾക്ക് അറിയാം. എന്നാലും ഒന്നും കൂടി പറഞ്ഞുതരാം അല്ലേ. നമ്മുടെ ഐസ് എന്താണ്? വാട്ടറിൻ്റെ സോളിഡ് ഫോമാണ് ഐസ് എന്ന് പറയുന്നത് അല്ലേ. നമ്മളൊരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഫ്രീസറിൽ വെക്കുക. ഓക്കെ, ഫ്രീസറിൽ വെച്ച് എന്താ കിട്ടുക? നമുക്ക് ഐസാണ് അല്ലേ. അതെന്താണ്? നമ്മൾ വാട്ടർ വെച്ചിട്ട് ഫ്രീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഐസ് കിട്ടുന്നത്. അപ്പോൾ ഓക്കെ, വാട്ട് ആർ ദ യൂസസ് ഓഫ് ഐസ്? ഐസിനെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയാത്ത എന്താ വെച്ചാൽ, നിങ്ങൾ 5ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളാണ്, നിങ്ങൾക്ക് എന്നെക്കാളും കൂടുതൽ ഐസിനെ കുറിച്ച് അറിയാൻ മതിയാവൂല്ലേ. അപ്പോൾ ഇനി എന്താണ് ഐസിൻ്റെ യൂസസ്? ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നെ. ഫസ്റ്റ് എന്തിനാണ് നമ്മൾ ഐസ് യൂസ് ചെയ്യുന്നതല്ലേ? നമ്മൾ ബീഫ്, മീറ്റ് അല്ലേ, ഇതൊക്കെ നമ്മൾ അങ്ങനെ ഏതൊരു ഫുഡ് ഐറ്റംസ് ആയാലും നമ്മൾ ഫ്രീസറിലോ ഫ്രിഡ്ജിലോ വെക്കുന്നത് എന്തിനാണ്? അത് കേട് വരാതിരിക്കാനാണ്. പിന്നെ നമ്മൾ കൂൾ ഡ്രിങ്ക്സിനൊക്കെ ആയിട്ട് നമ്മൾ ഐസ് യൂസ് ചെയ്യും. പിന്നെയോ നമ്മൾ എന്തെങ്കിലും മുറിവ് തട്ടി, നമ്മളെ തലയൊക്കെ എവിടെയെങ്കിലും തട്ടിയാൽ നമ്മളത് മുഴച്ച് വരുന്നത് നമ്മുടെ മദർ എന്ത് ചെയ്യും? നമുക്ക് ഐസ് എടുത്ത് ഇങ്ങനെ വെച്ച് തരും അല്ലേ. അത് സ്വെല്ല് ചെയ്യാൻ, അങ്ങനെ പൊങ്ങി വീങ്ങി വരാതിരിക്കാൻ, മുഴച്ച് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഐസ് വെച്ചാൽ എന്താകും? അത് താന്ന് പോകും. അപ്പോൾ അതിനൊക്കെയാണ് പൊതുവേ നമ്മുടെ വീടുകളിൽ നമ്മൾ ഐസ് യൂസ് ചെയ്യുന്നത്. എന്തിനൊക്കെയാണ് ഒന്നും കൂടി പറഞ്ഞേ? ടു പ്രിസർവ് പറഞ്ഞാൽ കേട് വരാതെ സൂക്ഷിക്കാൻ. പ്രിസർവ് ഫുഡ് ഐറ്റംസ് ഫ്രം സ്പോയിലിംഗ്. ടു കൂൾ ഡ്രിങ്ക്സ്. ടു റെഡ്യൂസ് സ്വെല്ലിംഗ് ഇൻ ഇഞ്ചുറീസ്. മനസ്സിലായല്ലോ ഐസിൻ്റെ യൂസേജ്. നെക്സ്റ്റ്, വാട്ട് ഹാപ്പൻസ് ഇഫ് ദ ഐസ് ഈസ് ലെഫ്റ്റ് ഔട്ട്സൈഡ് ഫോർ എ ഷോർട്ട് ടൈം? ഇത് നിങ്ങൾ എന്നെ ഉത്തരം പറഞ്ഞേ പറ്റുമോ? ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയേ. ഒറ്റയ്ക്ക് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അതിന് ആൻസർ പറയുക. എന്താണ്? വാട്ട് ഹാപ്പൻ? എന്ത് സംഭവിക്കും?
ഇഫ് ദ ഐസ് ഈസ് ലെഫ്റ്റ്, നമ്മുടെ ഐസിനെ ഒഴിവാക്കി വിട്ട് അല്ലെങ്കിൽ ലെഫ്റ്റ് ചെയ്ത് ഔട്ട്സൈഡ് ഫോർ എ ഷോർട്ട് ടൈം, കുറച്ച് സമയത്തേക്ക് നമ്മൾ ഐസിനെ പുറത്ത് വെച്ചാൽ എന്ത് സംഭവിക്കും? വാട്ടറാകും. അല്ലാതെ എന്താ അല്ലേ? എല്ലാവർക്കും അറിയാം എന്താണ് വാട്ടറാവും അല്ലേ? ഐസ് എന്താകും? വാട്ടറാകും. ഓക്കെ, വാട്ട് ഈസ് ദ റീസൺ ഫോർ ദിസ്? എന്താ ഇതിന് കാരണം? നമ്മൾ ഫ്രീസറിൽ നിന്ന് ഐസ് എടുത്ത് പുറത്ത് വെച്ചാൽ ഐസ് എന്തായി മാറും? മെൽറ്റ് ചെയ്തിട്ട് വാട്ടർ ആവുന്നതിൻ്റെ കാരണം എന്താണ്? നിങ്ങളടുത്ത് ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാനൊക്കെ പറയുന്നുണ്ട്. സിറ്റുവേഷൻസ് തന്നിട്ടുണ്ട്, ഒബ്സർവേഷൻ നിങ്ങളടുത്ത് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓരോ സിറ്റുവേഷൻ നോക്കാം. വെൻ ഐസ് ഈസ് കെപ്റ്റ് ഇൻ എ വെസൽ, ഒരു ഐസ് നിങ്ങൾ എന്തായാലും നിങ്ങൾ വീട്ടിൽ ചെയ്ത് നോക്കട്ടെ. നിങ്ങളുടെ ഫ്രിഡ്ജിൽ നിന്ന് ഐസ് ക്യൂബ്സ് ഉണ്ടാവും അല്ലേ? അപ്പോൾ ഐസ് ട്രേയിൽ വെച്ചിട്ടുണ്ടാവും ഐസ് ക്യൂബ്സ്. അതെടുത്തിട്ട് ഒരു വെസലിലിട്ട് വെക്കുക. കുറച്ച് നേരം കഴിയുമ്പോൾ അതെന്താവും? വാട്ടർ ആവും അല്ലേ? ഇറ്റ് മെൽറ്റ്സ് ഇൻ ടു വാട്ടർ. ദെൻ നെക്സ്റ്റ്, വെൻ ഐസ് ഈസ് ഹീറ്റഡ്, ഐസ് നമ്മൾ ചൂടാക്കിയാൽ എന്താവും? പാത്രത്തിലിട്ട് ഐസ് തിളപ്പിച്ചാൽ ഐസ് എന്താവും? ആദ്യം വെള്ളമാവും, പിന്നെ അതിങ്ങനെ സാവധാനം ബോയിൽ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം? ഇറ്റ് ടോൺസ് ഇൻ ടു വാട്ടർ. ആദ്യം അത് വാട്ടറിലേക്ക് മാറില്ലേ? അതിൻ്റെ സ്റ്റേറ്റ് ഓഫ് ആ ഐസ് എന്നുള്ള സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് അത് ലിക്വിഡ് സ്റ്റേറ്റിലേക്കായിട്ട് അത് പിന്നെ എന്ത് ചെയ്യും? വെല്ലെ ബോയിൽ ചെയ്യാൻ തുടങ്ങൂല്ലേ? ദെൻ നെക്സ്റ്റ് എന്താണ്? നമ്മളൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അത് തിളപ്പിച്ചാൽ എന്ത് സംഭവിക്കും? നമുക്കറിയില്ലേ, നമ്മൾ ചായക്കൊക്കെ വെള്ളം വെക്കുമ്പോൾ അത് തിളച്ചാൽ കുറച്ച് നേരം കഴിഞ്ഞ് അത് സ്റ്റീമായിട്ടല്ലേ, നീരാവിയായിട്ട് മേലോട്ട് ഉയരും അല്ലേ? അപ്പോൾ ആ തിളപ്പിച്ച വെള്ളം പിന്നെയും നന്നായിട്ട് തിളപ്പിക്കും തോറും അതെന്തായി? നീരാവിയായിട്ട് മാറും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇറ്റ് ടോൺസ് ഇൻ ടു സ്റ്റീം എഴുതാം. നെക്സ്റ്റ്, when looking at the bottom of the lid of the vessel after boiling the water. നമുക്കറിയില്ല, നമ്മൾ വെള്ളം തിളപ്പിക്കുമ്പോൾ നമ്മൾ പാത്രത്തോണ്ട് അടച്ച് വെക്കുകയാണെങ്കിൽ അത് കുറച്ച് കഴിഞ്ഞാൽ തിളച്ചതിന് ശേഷം നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞതിന് ശേഷം നോക്കുകയാണെങ്കിൽ അതിൻ്റെ മേലെ ഇങ്ങനെ നീരാവി കാണാമല്ലേ? ആ പ്രോസസ്സാണ് കണ്ടൻസേഷൻ. അപ്പം എന്ത് ചെയ്യും? കണ്ടൻസേഷൻ ഫോംസ് ഡ്രോപ്ലെറ്റ്സ് ഓഫ് വാട്ടർ. അപ്പോൾ ഈ ലിക്വിഡ് ഫോമിലുള്ള വാട്ടറിനെ എന്ത് ഫോമിലേക്ക് മാറ്റി? ഗ്യാസ് ഫോമിലേക്ക് മാറ്റിയില്ലേ, നീരാവിയായിട്ട്. അത് കണ്ടൻസേഷനും ഇവാപറേഷനൊക്കെ നിങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പഠിച്ചതാണ്. അപ്പോൾ നമുക്കിവിടെ എന്താ എഴുതാം ആൻസറായിട്ട്? കണ്ടൻസേഷൻ ഫോംസ് ഡ്രോപ്ലെറ്റ്സ് ഓഫ് വാട്ടർ. അപ്പോൾ ആ ഒബ്സർവേഷൻസ് ഒക്കെ എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. ഇനി നെക്സ്റ്റ് എന്താണ്? ഇൻ മെനി സിറ്റുവേഷൻസ് വി യൂസ് ദ എബിലിറ്റി ഓഫ് വാട്ടർ ടു കണ്ടക്ട് ഹീറ്റ്. വിച്ച് ആർ ദോസ് സിറ്റുവേഷൻസ്? നമുക്കറിയാമല്ലേ, നമ്മുടെ വാട്ടറിന് ഹീറ്റ് കണ്ടക്ട് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ട്, അല്ലെങ്കിൽ എബിലിറ്റി, കഴിവുണ്ട്. അതിനെ വെച്ചിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ മുതലാക്കുന്നുണ്ട്. അതിന് എക്സാമ്പിൾ എന്തൊക്കെയാണ്? ഫോർ കുക്കിംഗ് റൈസ്, അല്ലേ, നമ്മൾ ചോറ് വേവിക്കാൻ, പിന്നെയോ വെജിറ്റബിൾസ് ബോയിൽ ചെയ്യിക്കാൻ, അതുപോലെ തന്നെ ടീ ഓർ കോഫി ഉണ്ടാക്കാൻ, പിന്നെയോ നമുക്ക് കുളിക്കാൻ, വെള്ളം ചൂടാക്കാൻ. ഇതിനൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഈ ഒരു എബിലിറ്റിനെ, വാട്ടറിന് ഹീറ്റ് കണ്ടക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കഴിവിനെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. Haven't you noticed that when water is heated, it rises up as a steam? നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇപ്പോൾ വെള്ളം ചൂടാകുമ്പോൾ അത് നീരാവി അതിൽ നിന്ന് ഉയരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നാണ് ചോദ്യം. കണ്ടിട്ടുണ്ട് അല്ലേ? നമുക്കറിയാം, നമ്മൾ വീട്ടിൽ ചായക്ക് വെള്ളം വെക്കുമ്പോൾ വെള്ളം തിളച്ച് കഴിഞ്ഞാൽ പിന്നെ അതിങ്ങനെ മേലോട്ടില്ലേ, അവിടെ ഒരു പാത്രം വെച്ച് നമ്മൾ ക്ലോസ് ചെയ്യണം. നമ്മളൊരു ലിഡ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ മേലെ ആ നീരാവി വന്നിരിക്കുന്ന ഡ്രോപ്ലെറ്റ്സ് കാണാൻ പറ്റും. നമ്മുടെ വാട്ടറിൻ്റെ ചൂട് വഹിക്കാനുള്ള, വെള്ളത്തിൻ്റെ ചൂട് വഹിക്കാനുള്ള കഴിവിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. പിന്നെ എന്ത് പറഞ്ഞു? നമ്മുടെ വെള്ളം ചൂടാകുമ്പോൾ അത് നീരാവിയായി പുറത്തേക്ക് വരുന്നതിനെക്കുറിച്ച് പറഞ്ഞു അല്ലേ? നെക്സ്റ്റ് നിങ്ങളടുത്ത് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, വാട്ട് ഹാപ്പൻസ് ടു ദ മോയ്സ്ചർ ഇൻ ദ വെറ്റ് ക്ലോത്ത്സ് ആസ് ദേ ഗെറ്റ് ഡ്രൈ? നനഞ്ഞ ക്ലോത്ത്സിലെ നിങ്ങളുടെ ഡ്രസ്സ് ഉണങ്ങുമ്പോൾ അതിലെല്ലാം ഒരു മോയ്സ്ചർ, ആ ഒരു ഈർപ്പം എവിടേക്കാണ് പോകുന്നത്? അപ്പോൾ അതിന് ആൻസർ കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ അതിന് മുന്നേ നമ്മളൊരു വേപ്പറൈസേഷൻ എന്നുള്ളൊരു പ്രോസസ്സ് പഠിക്കാൻ പോകും. എന്താണ് ഈ വേപ്പറൈസേഷൻ? കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. വേപ്പറൈസേഷൻ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? വേപ്പറൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ചെറിയ ലിക്വിഡിൻ്റെ ചെറിയ പാർട്ടിക്കിൾസ് അല്ലേ, ആ നനവിൻ്റെ ചെറിയ പാർട്ടിക്കിൾസ് അത് നിൽക്കുന്ന സർഫസിൽ നിന്നും അതിൻ്റെ ചുറ്റുപാടുകളിലേക്ക് പോകുന്നതിനെയാണ് നമ്മൾ വേപ്പറൈസേഷൻ എന്ന് പറയുന്നത്.
മനസ്സിലായോ? അപ്പം നനഞ്ഞൊരു ഡ്രസ്സ് ഉണ്ടെന്ന് വിചാരിക്കുക, അത് കുറച്ച് നേരം കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് ഉണങ്ങൂല്ലേ? എങ്ങനെയാണ് അത് ഉണങ്ങുന്നത്? അതിൽ നിന്നുള്ള നനവ് അതിൻ്റെ ചുറ്റുപാടുള്ള സറൗണ്ടിങ്ങിലേക്ക് പോകുന്നത് കൊണ്ടാണ്. അപ്പം മനസ്സിലായോ? അപ്പോൾ എന്താണ് വേപ്പറൈസേഷൻ? നോക്കിയേ, ദ സ്പ്രെഡിങ് ഓഫ് സ്മാൾ പാർട്ടിക്കിൾസ്. ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ഓഫ് ലിക്വിഡിൻ്റെ ചെറിയ ചെറിയ സ്മാൾ പാർട്ടിക്കിൾസ് സ്പ്രെഡ് ചെയ്യും. എവിടെ നിന്ന്? ഫ്രം ഇറ്റ്സ് സർഫസ്. എവിടെയാണോ അത് നിൽക്കുന്നത് അവിടെ നിന്നും അത് സ്പ്രെഡ് ചെയ്യും ടു ദ സറൗണ്ടിങ്സ്. എവിടേക്കാണ് സ്പ്രെഡ് ചെയ്യുന്നത്? അതിൻ്റെ സറൗണ്ടിങ്സിലേക്ക്. ഈസ് കോൾഡ് വേപ്പറൈസേഷൻ. അതിനെയാണ് നമ്മൾ വേപ്പറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വേപ്പറൈസേഷൻ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. അപ്പോൾ അത് നന്നായിട്ട് തന്നെ പഠിക്കണം കേട്ടോ മക്കളെ. ഓക്കെ, ഈസ് ദ സബ്സ്റ്റൻസ് ഹീറ്റ്സ് അപ്പ് ദ റേറ്റ് ഓഫ് വേപ്പറൈസേഷൻ ഇൻക്രീസ്. അപ്പം നമ്മൾ ഈ ഒരു സബ്സ്റ്റൻസ് നമ്മൾ ചൂടാക്കുമ്പോൾ വേപ്പറൈസേഷനും കൂടും. അപ്പോൾ നമ്മളിപ്പോൾ പെട്ടെന്ന് നമ്മൾ അയൺ ചെയ്യുന്നത് ആലോചിക്കുക. നമ്മളിപ്പോൾ നനഞ്ഞ ഡ്രസ്സ് അയൺ ചെയ്യുമ്പോൾ അതെന്ത് ചെയ്യും? അവിടെ നമ്മൾ ചൂടാക്കുകയാണല്ലേ ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് ഉണങ്ങുന്നത് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യല്ലേ? അപ്പോൾ അവിടെ എന്താണ്? വേപ്പറൈസേഷൻ ഇൻക്രീസ് ചെയ്യല്ലേ ചെയ്യുന്നത്. ഓക്കെ, വാട്ടർ ഈസ് ദ ഓൺലി സബ്സ്റ്റൻസ് ദാറ്റ് exists in nature in all the three states: solid, liquid, gas. ഇത് നല്ലൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. നമുക്ക് വെള്ളത്തിന് മാത്രമേ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് ഇങ്ങനെ 3 ഫോമിൽ 3 സ്റ്റേറ്റിൽ നിൽക്കാൻ കഴിയുന്ന ഒരേ ഒരു സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് വാട്ടറാണ്. പിന്നെ ഒരു പോയിൻ്റ് നമ്മളവിടെ വിട്ടുപോയില്ലേ, വേപ്പറൈസേഷൻ എല്ലാ ടെമ്പറേച്ചറിലും നടക്കും എന്നുള്ളത്. എല്ലാ ടെമ്പറേച്ചറിലും വേപ്പറൈസേഷൻ നടക്കും. ഓരോ ടെമ്പറേച്ചറിനനുസരിച്ച് ടൈം എടുക്കുന്നതിൽ വ്യത്യാസം വരുന്നുള്ളൂ. അപ്പോൾ നല്ല സ്പീഡിലും വേപ്പറൈസേഷൻ നടക്കും, സ്ലോ ആയിട്ടും വേപ്പറൈസേഷൻ നടക്കും. മഴക്കാലത്ത് നമുക്കെന്താണ് വേപ്പറൈസേഷൻ സ്ലോ ആയിട്ടാണ് നടക്കുക അല്ലേ? കാരണം എന്താ, നമ്മുടെ നനഞ്ഞ തുണികളൊന്നും പെട്ടെന്ന് ഉണങ്ങാറില്ല. പക്ഷേ നമ്മൾ സണ്ണി ഡേ ആണെങ്കിലും നമ്മൾ നല്ല വെയിലൊക്കെ ഉള്ള ദിവസമാണെങ്കിൽ നമ്മുടെ വേപ്പറൈസേഷൻ പെട്ടെന്ന് നടക്കും. അപ്പോൾ എല്ലാ ടെമ്പറേച്ചറിലും വേപ്പറൈസേഷൻ നടക്കും. മനസ്സിലായല്ലോ? അപ്പോൾ വേപ്പറൈസേഷൻ എന്താണ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നത്. ഓക്കെ, മക്കൾക്ക് ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്ക് വാട്ടർ ലെവലാണ് അല്ലേ? Look at the builder who measures the level using the level tube filled with water. നമുക്കറിയാം, കെട്ടിട നിർമ്മാണത്തിനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ലെവൽ ട്യൂബിൽ ജലം നിറച്ച് നമ്മൾ അളവെടുക്കാറുണ്ട്. അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു ലെവൽ ട്യൂബ് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ക്ലാസ് മുറിയിൽ വിവിധ സ്ഥലങ്ങളുടെ ലെവലൊന്ന് പരിശോധിച്ച് നോക്കുക. എൻ്റെ സൗണ്ടിന് എനിക്ക് ചെറിയൊരു വ്യത്യാസമുണ്ട് അല്ലേ? ചെറുതായിട്ടൊരു തൊണ്ടവേദന ഉണ്ടായിട്ട് കേട്ടോ. അപ്പോൾ അത് കാര്യമാക്കണ്ട. നമുക്ക് നമ്മുടെ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം അല്ലേ? ബുദ്ധിമുട്ടാവുന്നുണ്ടോ കുട്ടികൾക്ക്? മേക്ക് ദി apparatus as shown in the picture. Pour water in any bottle and observe what is happening. നിങ്ങളുടെ അടുത്ത് എന്താ പറയുന്നത്? ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു ഉപകരണം ഉണ്ടാക്കി ഏതെങ്കിലും ഒരു കുപ്പിയിൽ വെള്ളം ഒഴിച്ച് നോക്കാൻ എന്താണ് സംഭവിക്കുക എന്നാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഈ ഒരു പിക്ചറിൽ കണ്ടതുപോലെ എന്ത് ചെയ്യുക? ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇനി എന്തായിരിക്കും സംഭവിക്കുക? നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ എന്താണ്? When water is poured into any one of the glasses, the water level in all the glasses connected by the string remains same height. ഓക്കെ, അപ്പോൾ എന്താ പറയുന്നത്? അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ജാറിലേക്ക് വാട്ടർ ഒഴിച്ചു കൊടുത്താൽ, ഇപ്പോൾ ആ കണ്ടെയ്നറിൻ്റെ ഷേപ്പുകളൊക്കെ ഡിഫറെൻ്റ് ആണെങ്കിൽ പോലും അവിടെ ഒരു സ്ട്രിങ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടല്ലേ? 3 ജാറുകളും ഒരു സ്ട്രിങ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏതൊരു കണ്ടെയ്നറിലേക്ക് വാട്ടർ ഒഴിച്ചു കൊടുത്താലും അവിടെ കറക്റ്റ് ലെവലിലായിരിക്കും വാട്ടർ നിലകൊള്ളുക. അല്ലാതെ വലിയ ജാറിൽ കുറേ വെള്ളം നിൽക്കും, അല്ല കുറച്ച് വെള്ളം, ചെറിയ ജാറിൽ ഹൈറ്റിൽ വെള്ളം പൊന്തി നിൽക്കും, അങ്ങനെയൊന്നുമല്ല. കറക്റ്റ് ലെവലിലായിരിക്കും വെള്ളം നിൽക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ കണ്ടെയ്നറിൻ്റെ ഷേപ്പ് വാട്ടർ ലെവലിനെ എഫക്റ്റ് ചെയ്യുന്നില്ല. ക്ലിയർ ആയോ? നെക്സ്റ്റ്, വാട്ട് വിൽ ഹാപ്പൻ to the water level in the wells of the nearby houses when water body is dry up. നമ്മുടെ ചുറ്റുപാടുള്ള
ഇപ്പോൾ പുഴകളോ അരുവികളൊക്കെ അല്ലേ, അതൊക്കെ വറ്റിയാൽ നമ്മുടെ കിണറിലെ വെള്ളത്തിന് എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ടും നമ്മുടെ കിണറിലെ വെള്ളം കുറയൂലേ? അതൊക്കെ നിങ്ങൾക്ക് അനുഭവത്തിലുള്ളതാണല്ലേ. അപ്പോൾ എന്താണ് നമ്മൾ ആൻസർ ചെയ്താൽ, വെൻ വാട്ടർ ബോഡീസ് ഡ്രൈ അപ്പ് the water level in nearby wells decrease. Next one, will the uncontrolled use of water by industries affect the availability of water in that area? നമ്മുടെ ഇൻഡസ്ട്രീസൊക്കെ ഒരു കൺട്രോളും ഇല്ലാതെ നമ്മുടെ വെള്ളം ഇങ്ങനെ യൂസ് ചെയ്താൽ നമ്മുടെ ആ ഒരു ഏരിയയിലുള്ള കിണറുകളിലൊക്കെ അല്ലെങ്കിൽ നമുക്കൊക്കെ നമ്മുടെ മനുഷ്യർക്കൊക്കെ എന്താണ് വെള്ളത്തിൻ്റെ ലഭ്യത കുറയുമെന്ന്. അപ്പോൾ ഒരു കൺട്രോളും ചെയ്യാതെ ഇൻഡസ്ട്രീസ് വെള്ളം യൂസ് ചെയ്താൽ എന്ത് സംഭവിക്കും? നമ്മുടെ കിണറിലെ വെള്ളം കുറയും. കാരണം എന്താ? അണ്ടർഗ്രൗണ്ട് വാട്ടർ എന്ത് ചെയ്യും? കുറയും അല്ലേ? അപ്പോൾ അണ്ടർഗ്രൗണ്ട് വാട്ടറുകൾ തമ്മിൽ ബന്ധമുള്ളതാണ്. അപ്പോൾ ഒരു കണക്കും കയ്യും ഇല്ലാതെ ഇൻഡസ്ട്രീസ് വെള്ളം യൂസ് ചെയ്യുമ്പോൾ അത് നമ്മളെയും ബാധിക്കും. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താണ്? വാട്ടർ മെയിൻറ്റെയിൻസ് ഇറ്റ്സ് ലെവൽ. ദിസ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് വാട്ടർ. വാട്ടർ എപ്പോഴും അതിൻ്റെ ലെവല് കീപ്പ് ചെയ്യും. അതെന്താണ്? വാട്ടറിൻ്റെ ഒരു പ്രോപ്പർട്ടി കൂടിയാണ്. അപ്പോൾ ഒന്നും കൂടി പറഞ്ഞുതരാം. വാട്ടർ മെയിൻറ്റെയിൻസ് ഇറ്റ്സ് ലെവൽ. അപ്പം നമുക്ക് മനസ്സിലായില്ല അല്ലേ? നമ്മൾ പല കണ്ടെയ്നേഴ്സിലും പല ഷേപ്പുകളിലുള്ള കണ്ടെയ്നേഴ്സിലും വാട്ടർ ഒഴിച്ചു കൊടുത്തപ്പോൾ അവരവരുടെ ആ ഒരു കറക്റ്റായിട്ടുള്ള ലെവൽ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അല്ലേ? മക്കളെ മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ മക്കൾക്ക്? മാഡത്തിൻ്റെ കുട്ടിയൊക്കെ ക്ലിയർ ആവുന്നില്ലേ ഈ പറയുന്നതൊക്കെ? ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോണ്ടിട്ടോ. നെക്സ്റ്റ് ടോപ്പിക് എന്താണ്? വാട്ടർ സോഴ്സസ് ആണല്ലേ. എർത്ത് ഈസ് എ വാട്ടറി പ്ലാനറ്റ്. നമ്മുടെ എർത്ത്, നമ്മുടെ ഭൂമി എന്താണ്? ജലസമൃദ്ധമായ ഒരു ഗ്രഹമാണല്ലേ നമ്മുടെ ഭൂമി എന്ന് പറയുന്നത്. അത്രയ്ക്ക് അബ്യൂണ്ടൻ്റ് ആയിട്ടുള്ള വാട്ടർ നമ്മുടെ ഭൂമിയിൽ ഉണ്ട്. അപ്പം നിങ്ങൾ ആ ഒരു പിക്ചർ അല്ലേ, നമ്മുടെ എർത്തിൻ്റെ ആ ഒരു പിക്ചർ കണ്ടാൽ തന്നെ നമുക്കറിയാൻ പറ്റും എന്താണ്? ബ്ലൂ കളറാണ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് അല്ലേ. ഗ്രീൻ കളറിനേക്കാളും നമ്മുടെ ലാൻഡിനേക്കാളും ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് എന്താണടോ പറയൂ കൂട്ടുകാരെ, പറയൂ. എന്താണ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്? വാട്ടറാണ്. പിന്നെ അവിടെ സെക്കൻഡ് പിക്ചർ കണ്ടാൽ നിങ്ങൾ ലാൻഡിനേക്കാളും എന്താണ് കൂടുതൽ? സീ ആണല്ലേ. നെക്സ്റ്റ് നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ്, ഈ ഒരു പിക്ചർ നോക്കിയിട്ട് വാട്ട് ഈസ് ദ മെയിൻ ബോഡി ഓഫ് വാട്ടർ ഓൺ എർത്ത്? ഏതാണ്? സീ ആണല്ലേ. ഇനി നെക്സ്റ്റ് നോക്കി, എന്തുകൊണ്ടാണ് സീ വാട്ടർ നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാത്തത്? സീ വാട്ടർ കണ്ടെയ്ൻസ് ലാർജ് എമൗണ്ട് ഓഫ് ഡിസോൾവ്ഡ് സാൾട്ട്സ്, സോ ഇറ്റ് കനോട്ട് ബി യൂസ്ഡ് ഫോർ ഡെയിലി നീഡ്സ്. സീ വാട്ടറിൽ എന്താണ്? ഡിസോൾവ്ഡ് ആയിട്ടുള്ള സോൾട്ട് അല്ലേ. സോൾട്ട് നമ്മുടെ ഉപ്പ് ലയിച്ച് ചേർന്നിട്ടുണ്ട്. അതും വലിയ അളവിൽ തന്നെ സോൾട്ട് നമ്മുടെ സീ വാട്ടറിൽ ലയിച്ച് ചേർന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കടപ്പുറത്ത് പോകുമ്പോൾ ജസ്റ്റ് ആ ബീച്ചിലെ വെള്ളം എടുത്ത് നാമിൽ വെച്ച് നോക്കിയിട്ടില്ലേ? അല്ലെങ്കിൽ വേണ്ട, പാരൻസിൻ്റെ കൂടെയൊക്കെ നമ്മൾ ബീച്ചിൽ കളിക്കുമ്പോൾ വെള്ളത്തിലൊക്കെ വീഴുമ്പോൾ നമുക്ക് ആ സീ വാട്ടർ നമ്മളെ നാവിൽ തട്ടുമ്പോൾ നമുക്കൊരു ഉപ്പുചോയല്ലേ ഫീൽ ചെയ്യാറുള്ളത്? ഒരുവിധം മാഡത്തിൻ്റെ കുട്ടികളൊക്കെ പോയിട്ടുണ്ടാവും എന്നൊക്കെ മാഡത്തിന് അറിയാം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ. നമ്മുടെ കടൽ വെള്ളത്തിൽ ഏറ്റവും കൂടുതൽ എന്താ ഉള്ളത്? ഉപ്പാണുള്ളത്. അതുകൊണ്ടാണ് നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റാത്തത്, നമ്മുടെ ഡെയിലി നീഡ്സ് സാധിച്ചെടുക്കാൻ കഴിയാത്തത്. അപ്പോൾ അതൊരു ക്വസ്റ്റ്യൻ വരും, എന്തുകൊണ്ടാണ് നമ്മൾ സീ വാട്ടർ യൂസ് ചെയ്യാത്തത്? അപ്പോൾ അതിനെന്താണ് ഉത്തരം നമുക്ക് എഴുതാൻ പറ്റുന്നത്? സീ വാട്ടർ കണ്ടെയ്ൻസ് ലാർജ് എമൗണ്ട് ഓഫ് ഡിസോൾവ്ഡ് സോൾട്ട്സ്. ഓക്കെ, നെക്സ്റ്റ് റൈറ്റ് ഡൗൺ ദ സോഴ്സസ് ഓഫ് ഫ്രഷ് വാട്ടർ അറൗണ്ട് യു. ഏതൊക്കെയാണ് നിങ്ങളുടെ ചുറ്റുമുള്ള ഫ്രഷ് വാട്ടർ ലഭിക്കുന്നത്? വെൽസ്, പോൺസ് അല്ലേ. വാട്ടർ റീച്ചസ് ദീസ് വാട്ടർ സോഴ്സസ് ത്രൂ റെയിൻ. എങ്ങനെയാണ് വെള്ളം ഈ ഒരു സോഴ്സസിലൊക്കെ, കിണറുകളിലായാലും പുഴകളിലായാലും ഒക്കെ എങ്ങനെയാണ് വെള്ളം എത്തിച്ചേരുന്നത്? ത്രൂ റെയിൻ അല്ലേ. മഴ ലഭിക്കുമ്പോഴാണ് നമുക്ക് വെള്ളം കിട്ടുന്നത്. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത് മഴ പറയുകയാണ്. എന്താ പറയുന്നത് നോക്കിയേ? വാട്ടർ ഡ്രോപ്സ് സെയ്സ്. എന്താ പറയുന്നത്? ലിവിങ് ബീയിങ്സ് കനോട്ട് ലിവ് വിത്തൗട്ട് us. ഞങ്ങളില്ലാതെ ജീവനുള്ള ഒരു വസ്തുക്കൾക്കും ജീവിക്കാൻ കഴിയില്ല. As the water bodies get heated up,
അപ്പോൾ നമ്മുടെ ഈ ജലാശയങ്ങളൊക്കെ ചൂട് പിടിക്കുമ്പോൾ വി റൈസ് ഇൻ ടു ദി അറ്റ്മോസ്ഫിയർ. നമ്മുടെ ഈ വെള്ളങ്ങൾ എന്ത് ചെയ്യും? നീരാവിയായിട്ട് അറ്റ്മോസ്ഫിയറിലേക്ക് പോകും, ഉയരും. ഓക്കെ, വി ദെൻ ഗെറ്റ് കൂൾഡ് ആൻഡ് ട്യൂൺ ഇൻ ടു റെയിൻ ക്ലൗഡ്സ്. പിന്നീട് എന്താകും? അവർ എന്ത് ചെയ്യും? കൂളാവും. അപ്പോഴോ അവരെന്തായിട്ട് മാറും? റെയിൻ ക്ലൗഡ്സ് ആയിട്ട് മാറും. അപ്പം ആദ്യം എന്താണ്? ഈ ജലാശയങ്ങളൊക്കെ വേനൽക്കാലത്ത് നന്നായിട്ട് ഹീറ്റാവില്ലേ? നല്ല വെയിലുണ്ടാകുമ്പോൾ നന്നായിട്ട് ചൂട് പിടിക്കും. അപ്പോൾ വാട്ടറൊക്കെ നീരാവിയായിട്ട് അന്തരീക്ഷത്തിലേക്ക് എത്തിയിട്ട് ഉയർന്നിട്ട് അവിടെ നിന്ന് പിന്നെ തണുക്കുമ്പോൾ അതെന്തായി മാറും? മഴമേഘങ്ങളായി മാറും. Then the small particles in the rain clouds combine together as raindrops and fall to earth. എന്നിട്ടോ അവിടെ വെച്ചിട്ട് എന്താകും? ഈ സ്മോൾ പാർട്ടിക്കിൾസ് റെയിൻ ക്ലൗഡ്സുമായിട്ട് കമ്പൈൻ ചെയ്യും. ഇവർ തമ്മിൽ ഒത്തൊരുമിച്ചിട്ട് മഴത്തുള്ളികളായിട്ട് ഭൂമിയിലേക്ക് പതിക്കുന്നു. അങ്ങനെയാണ് നമുക്ക് മഴ ലഭിക്കുന്നതും ആ മഴയിൽ നിന്നാണ് നമ്മുടെ വാട്ടർ സോഴ്സസിൽ വെള്ളം ലഭിക്കുന്നതും. ഇപ്പോൾ ക്ലിയർ ആയോ? ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പിന്നെ അടുത്ത ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് പഠിക്കാനുണ്ട്. നെക്സ്റ്റ്, ലിവിങ് ബീങ്സ് ഡിപ്പെൻഡ് ഓൺ ദി ഫ്രഷ് വാട്ടർ അവൈലബിൾ ഓൺ എർത്ത്. ജീവനുള്ള എല്ലാ വസ്തുക്കളും ഭൂമിയിൽ ലഭ്യമായിട്ടുള്ള ശുദ്ധജലത്തിനെയാണ് ആശ്രയിക്കുന്നത്. ബട്ട് സം ഹ്യൂമൻ ആക്ടിവിറ്റീസ് ആർ കോസിങ് വാട്ടർ പൊല്യൂഷൻ. എന്നാലോ നമ്മൾ കുറച്ച് മനുഷ്യരുണ്ടല്ലേ, അവരുടെ ഇടപെടലുകൾ കാരണം നമ്മുടെ വാട്ടർ എന്താവുന്നുണ്ട്? പൊല്യൂട്ട് ആവുന്നുണ്ട് അല്ലേ? ജലമലിനീകരണം നടക്കുന്നുണ്ട്. ആര് കാരണം കൊണ്ടാണ് ജലമലിനീകരണം നടക്കുന്നത്? വാട്ടർ പൊല്യൂഷൻ നടക്കുന്നത് നമ്മൾ മനുഷ്യർ തന്നെയാണല്ലേ കാരണക്കാർ. ഇനി നിങ്ങൾക്ക് എന്താണ് താഴത്ത് കുറച്ച് കാര്യങ്ങൾ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് തന്നിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് ഗെസ് ചെയ്ത് പറഞ്ഞേ. ഫസ്റ്റത്തെ പിക്ചർ എന്താണ് അല്ലേ? നമ്മൾ കാറ്റിൽസിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും? പുഴയിലൊക്കെ ഇറക്കി കുളിപ്പിക്കും. പിന്നെയോ നമ്മൾ ഇൻഡസ്ട്രീസിൽ നിന്നൊക്കെയുള്ള വേസ്റ്റുകളൊക്കെ നമ്മൾ ഈ വാട്ടർ ബോഡീസിലേക്ക് പുറന്തള്ളപ്പെടുന്നു. പിന്നെയോ നമ്മൾ വേസ്റ്റേഴ്സൊക്കെ അല്ലേ, അപ്പോൾ ഈ പുഴയുടെ പക്കത്തുള്ള വീടുകളിൽ നിന്നുള്ളൊക്കെ വേസ്റ്റുകളൊക്കെ എന്താണ്? പുഴയിലോട്ടാണ് ഡയറക്റ്റ് വലിച്ചെറിയാണ് അല്ലേ ചെയ്യുന്നത്. പിന്നെ നമ്മൾ അലക്കുമ്പോൾ ഡിറ്റർജൻസൊക്കെ എന്ത് ചെയ്യും? ഈ വെള്ളത്തിൽ എന്ത് ചെയ്യും? അലിഞ്ഞ് ചേർന്നിട്ട് അതൊക്കെ ഈ കാരണങ്ങളൊക്കെ എന്താണ്? നമ്മുടെ വാട്ടർ പൊല്യൂട്ടഡ് ആവുകയാണ്. ഇനിയും ഒരുപാട് കാരണങ്ങൾ കൊണ്ട്, ഹ്യൂമൻ ആക്ടിവിറ്റീസ് കൊണ്ട് തന്നെ വാട്ടർ പൊല്യൂഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുള്ളത്. ബാക്കിയൊക്കെ നിങ്ങൾക്ക് ഹയർ ക്ലാസ്സസിൽ പഠിപ്പിച്ചു തരും. ഓക്കെ, ലെറ്റ് us കൺസേർവ് ഫോർ ഫ്യൂച്ചർ. നമ്മുടെ നാളേക്ക് വേണ്ടി നമുക്ക് കാത്തു വെക്കാം. എന്തൊക്കെയാണ്? വി ആർ ഇൻ എ പ്ലേസ് ദാറ്റ് റിസീവ്സ് ലാർജ് എമൗണ്ട് ഓഫ് റെയിൻഫാൾ. നമ്മൾ മഴ ധാരാളം ലഭിക്കുന്നൊരു നാട്ടിലാണ് നമ്മളുള്ളത്. ബട്ട് ഇൻ സമ്മർ ദർ ഈസ് ഡ്രോട്ട് ഇൻ മെനി ഏരിയസ്. പക്ഷെ നമ്മുടെ നാട്ടിൽ നല്ല മഴ ലഭിക്കുമെങ്കിൽ പോലും വേനൽക്കാലമായ ചിലയിടങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത്? നല്ല വരൾച്ച ബാധിക്കുന്നുണ്ട്. ഇഫ് വി ഹാർവെസ്റ്റ് റെയിൻ വാട്ടർ വി ക്യാൻ എൻഷുർ വാട്ടർ അവൈലബിലിറ്റി ഈവൻ ഇൻ സമ്മർ. നമ്മൾ മഴവെള്ളം സംഭരിച്ച് വെച്ചാൽ നമുക്ക് ഈ വേനൽക്കാലത്ത് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. അപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ മഴവെള്ളം നമ്മൾ സംഭരിച്ച് വെക്കേണ്ടത്, ഹാർവെസ്റ്റ് ചെയ്ത് വെക്കേണ്ടത് എന്നാണ് നമുക്ക് താഴെ തന്നിട്ടുള്ളത്. ഫസ്റ്റ് വൺ എന്താണ്? റെയിൻ വാട്ടർ സ്റ്റോറേജ് ടാങ്ക് അല്ലേ, മഴവെള്ള സംഭരണി ഉണ്ടാക്കുക. ദെൻ നെക്സ്റ്റ് ചെക്ക് ഡാം. ദെൻ നെക്സ്റ്റ് എന്താണ്? സ്റ്റോൺ വാള് വെൽ റീചാർജിങ്. ഇങ്ങനെ 4 കൺസർവേഷൻ മെത്തേഡാണ് അല്ലെങ്കിൽ റെയിൻ ഹാർവെസ്റ്റിംഗ് മെത്തേഡാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. വാട്ട് അതർ മെത്തേഡ്സ് ക്യാൻ ബി യൂസ്ഡ് ഫോർ വാട്ടർ സ്റ്റോറേജ്. അപ്പോൾ നമ്മുടെ വാട്ടർ നമുക്ക് സ്റ്റോറേജ് ചെയ്ത് വെക്കാൻ, റെയിൻ വാട്ടർ സ്റ്റോറേജ് ചെയ്ത് വെക്കാൻ പറ്റിയ ബാക്കിയുള്ള മെത്തേഡ്സ് ഏതൊക്കെയാണെന്ന ചോദ്യം. എന്തൊക്കെയാണ് നമുക്ക് എഴുതാൻ പറ്റുന്നത്? അണ്ടർഗ്രൗണ്ട് സ്റ്റോറേജ്
കൊടുക്കുക അല്ലേ, അണ്ടർഗ്രൗണ്ട് സ്റ്റോറേജ്, ദെൻ പോൺസ് ആൻഡ് ലേക്സ്, അതുപോലെ തന്നെ വാട്ടർ സിസ്റ്റേൺസ്, പിന്നെയോ വാട്ടർ സിലോ, സാൻഡ് ഡാംസ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വാട്ടർ സ്റ്റോറേജ് മെത്തേഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പോയിൻ്റാണ്. എന്താണ്? പ്യുവർ വാട്ടർ ഈസ് പ്രീഷ്യസ്. എന്താണ്? ഫ്രഷ് വാട്ടർ അല്ലെ പ്യുവർ വാട്ടർ എന്ന് പറയുന്നത് എന്താണ്? അമൂല്യമാണ് അല്ലേ. പ്യുവർ വാട്ടർ അത്രയും പരിശുദ്ധമായത്, അല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് എന്ത് പറയാൻ പറ്റും, ശുദ്ധജലം എന്ന് പറയാം അല്ലേ. ശുദ്ധജലം അമൂല്യമാണ്. ഡോണ്ട് വേസ്റ്റ് ഇറ്റ്. അത് നിങ്ങൾ എന്ത് ചെയ്യരുത്? പാഴാക്കി കളയരുത്. ഓക്കെ. അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ മക്കളാണല്ലേ, മക്കൾ ഇപ്പോഴേ അതൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ ഓക്കെ, നമ്മുടെ ചാപ്റ്റർ ഇവിടെ കഴിഞ്ഞു. നിങ്ങൾക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അല്ലെങ്കിൽ ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കിനി ലെറ്റസ് ആസസ് ആണ് ചെയ്ത് തീർക്കാനുള്ളത്. അപ്പോൾ ലെറ്റസ് ആസസും അതുപോലെ തന്നെ ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടൊരു വീഡിയോ നാളെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഓണം എക്സാമിൻ്റെ മുന്നേ തന്നെ ഇതൊക്കെ നന്നായിട്ട് ഇരുന്ന് പഠിക്കാം. ഓക്കെ, താങ്ക് യു.